ഹായ് വെൽക്കം ടു മൈ ചാനൽ ട്രാവലിംഗ് ടു സക്സസ്ഫുൾ ലൈഫ്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 ഫിസിക്സിൻ്റെ ക്ലാസ്സാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, അതിനകത്ത് ഒരുപാട് പോർഷൻസ് ഇല്ല, കുറച്ച് പോർഷൻസാണ് മൊഡ്യൂൾ 1-ലുള്ളൂ. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉണ്ട്, ഡാംപ്ഡ് ആൻഡ് ഫോഴ്സ്ഡ് ഓസിലേഷൻസ്, വേവ് മോഷൻ, അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളായി നമുക്കതിനകത്ത് പഠിക്കാനുള്ളൂ. ദെൻ ഇന്നിപ്പോൾ നമ്മൾ ഡോപ്ലർ ഇഫക്റ്റാണ് പഠിക്കാൻ പോകുന്നത്. ഡോപ്ലർ ഇഫക്റ്റ് എന്ന് കേൾക്കുമ്പോഴൊക്കെ വലിയ ഇതായിട്ടൊക്കെ തോന്നും. അങ്ങനെയൊന്നുമില്ല, സിമ്പിളാണ്. ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് പഠിക്കുക, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നൊക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. എന്താണ്, എവിടെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പഠിക്കാനുള്ളൂ. അപ്പോൾ എല്ലാം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഡോപ്ലർ ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഉറവിടവും നിരീക്ഷകനും തമ്മിലുള്ള ആപേക്ഷിക ചലന സമയത്ത് തരംഗ ആവൃത്തിയിലെ, അത് പ്രകാശമോ ശബ്ദമോ ആകട്ടെ, തരംഗാവൃത്തിയിലെ മാറ്റമായി നിർവചിക്കാം. നിരീക്ഷകനും ഉറവിടവും നിരീക്ഷകനും തമ്മിലുള്ള ആപേക്ഷിക ചലന സമയത്ത് തരംഗ ആവൃത്തിയിലെ മാറ്റം, ശബ്ദത്തിൻ്റെ ഉറവിടവും നിരീക്ഷകനും തമ്മിലുള്ള ആപേക്ഷിക ചലനം മൂലം തരംഗങ്ങളുടെ ആവൃത്തിയിൽ പ്രകടമായ മാറ്റമാണ് ഡോപ്ലർ പ്രഭാവം അഥവാ ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ശബ്ദത്തിൻ്റെ ഉറവിടവും നിരീക്ഷകനും തമ്മിലുള്ള ആപേക്ഷിക ചലനം മൂലം തരംഗങ്ങളുടെ ആവൃത്തിയിൽ പ്രകടമായ മാറ്റമുണ്ടാകുന്നു. അതിനാണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. എക്സ്പ്രഷൻ ഫോർ അപ്പാരൻ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ പ്രത്യക്ഷ ആവൃത്തി. അപ്പാരൻ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ ആവൃത്തി അല്ലെങ്കിൽ ആപേക്ഷിക ആവൃത്തി എന്നൊക്കെ പറയും. അതിനുള്ള ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഇക്വേഷനൊക്കെ പഠിച്ചു വയ്ക്കുക. എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. ക്രിസ്ത്യൻ ഡോപ്ലർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഡോപ്ലർ എഫക്റ്റ് അതുകൊണ്ട് ഡോപ്ലർ എഫക്റ്റ് എന്ന പേര് വന്നത്. 1842 എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത് 45-ലാണ്. ഇനി നമുക്ക് ഓരോ ടേമുകൾ എന്താണെന്ന് നോക്കാം. എഫ് ഡാഷ് എന്ന് പറഞ്ഞു, നമുക്കറിയാം ആപേക്ഷിക ആവൃത്തിയാണ്. വി എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ഓഫ് ലിസണർ, നമ്മുടെ ശബ്ദവുമായി ബന്ധപ്പെട്ടാന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ലിസണർ, കേൾക്കുന്ന ആ വ്യക്തി, അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. പിന്നെ സോഴ്സ് ഉണ്ട്, എവിടെ നിന്നാണോ ശബ്ദം കേൾക്കുന്നത് ആ ഒരു സോഴ്സ്, ആ സോഴ്സിൻ്റെ വെലോസിറ്റിയാണ് വി എസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി ബൈ ഹാർട്ടാണ്. വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, എഫ് ഫ്രീക്വൻസി, ലാംഡ എന്താണ്, വേവ് ലെങ്ത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഓരോ കേസിലുമുള്ള അപ്പാരൻ്റ് ഫ്രീക്വൻസി കണ്ടെത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഈസിയാണ്, ജസ്റ്റ് ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. അതിൻ്റെ ബൈ ഹാർട്ട് ഇക്വേഷൻ ഓരോന്നും പഠിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്പർ ലൈൻ അറിയാവുന്നതാണ്. നമ്പർ ലൈൻ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ നെഗറ്റീവും ഫോർവേഡ് ആണെങ്കിൽ പോസിറ്റീവ് ആണെന്നറിയാം. ആ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മാത്രം മതി. ബാക്കിയെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. നോക്കാം എന്താണ്. ആദ്യത്തെ കേസ് 1 പറയുന്നത് സോഴ്സ് മൂവിങ് ആൻഡ് ലിസണർ സ്റ്റേഷനറി. സോഴ്സ് അതായത് ശബ്ദം കേൾക്കുന്ന ആ ഒരു ഉറവിടം, അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലിസണർ എങ്ങനെയാണ്, സ്റ്റേഷനറിയാണ്. നമ്മളിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുകയാണെങ്കിൽ അവിടെ ട്രെയിൻ വരുന്ന ആ ട്രെയിൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ ഗസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്നാലും ട്രെയിനിൻ്റെ പുറകെ ഓടിപ്പോകുന്നില്ല, നമ്മളവിടെ സ്റ്റേഷനറി ആയിട്ട് അല്ലേ, സ്ഥിരമായിട്ടൊരിടത്ത് നിൽക്കുക, അങ്ങനെ ഗസ് ചെയ്യുക. അപ്പോൾ നോക്കി, അവിടെ തന്നെ 2 കേസുകൾ വരാം. എങ്ങനെയാണ്, സോഴ്സ് മൂവ് ടുവേർഡ് ദ ലിസണർ, നമ്മളാണ് ഇവിടുത്തെ ലിസണർ. ആ ഒരു കേസിൽ നമ്മൾ ലിസണറാണ്. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് ശബ്ദം വരാം. അതാണ് സോഴ്സ് മൂവ് ടുവേർഡ് ദ ലിസണർ. ലിസണറുടെ അടുത്തേക്ക് ശബ്ദം വരുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ,
എന്താ ഇവിടെ പറയുന്നത്? സോഴ്സിനെയാണ് ഞാൻ എസ് ആയിട്ട് എടുത്തിരിക്കുന്നത്, ലിസണർ എൽ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ നമ്മൾ നമ്പർ ലൈനിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് പോകുന്തോറും എങ്ങനെയാണ്? പോസിറ്റീവാണ് അല്ലേ? അതാണ് ഇവിടെ പോസിറ്റീവ് സൈൻ കൊടുത്തേക്കുന്നത് കേട്ടോ. അങ്ങോട്ട് പോകുന്തോറും നെഗറ്റീവ് സൈൻ. ഓക്കെ. അപ്പോൾ വി എൽ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലിസണർ എന്ന് പറയുന്നത് നമ്മൾ അവിടെ തന്നെ നിൽക്കുകയല്ലേ, നമുക്കതുകൊണ്ട് വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 0 എന്നാൽ സോഴ്സിൻ്റെ വെലോസിറ്റി നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു. എന്തുകൊണ്ടാണ് പോസിറ്റീവായിട്ട് എടുത്തത്? സോഴ്സ് നമ്മുടെ അടുത്തേക്ക് വരികയാണ്, ഇങ്ങോട്ട് പോകും തോറും എങ്ങനെയാണ്? പോസിറ്റീവാണ് അല്ലേ? അതുകൊണ്ട് പോസിറ്റീവായിട്ട് എടുക്കുന്നു. എഫ് ഡാഷ് അപ്പാരൻറ്റ് ഫ്രീക്വൻസിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു ഒറിജിനൽ എഫ് ഇൻറ്റു വി മൈനസ് 0 ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് ഈക്വൽ ടു വി മൈനസ് 0 എന്ന് പറഞ്ഞാൽ വി തന്നെ അല്ലേ? അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത് എഫ് ഇൻറ്റു വി ബൈ വി മൈനസ് വി എസ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത സെക്കൻഡ് കേസിൽ എങ്ങനെയാണ്? സോഴ്സ് എവേ ഫ്രം ദ ലിസണർ, ലിസണറിൽ നിന്ന് അകന്നു പോകുന്നു, അതാണ് കാണിച്ചിരിക്കുന്നത്. ലിസണർ അവിടെ തന്നെ സ്റ്റേഷനറിയാണ്, ലിസണറിൽ നിന്ന് സോഴ്സ് അകന്നു പോകുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വി എൽ എങ്ങനെയാണ്? വി എൽ എന്ന് പറയുന്നത് 0 നമ്മൾ സ്ഥിരമായിട്ട് അവിടെ അടുത്ത് നിൽക്കുകയാണല്ലോ, അതിൻ്റെ വെലോസിറ്റി 0. വി എസ് എന്ന് പറയുന്നത് സോഴ്സിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവാണ്, കാരണം ആ വശത്തേക്കാണ് പോകുന്നത് അല്ലേ? നമ്മുടെ നമ്പർ ലൈൻ ഓർത്ത് നോക്കി, അങ്ങോട്ട് പോകുമ്പോൾ എന്താണ്? നെഗറ്റീവാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ വി എസ് എന്തായിട്ട് എടുത്തു? നെഗറ്റീവായിട്ട് എടുത്തു. അപ്പോൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ വി മൈനസ് 0 ഡിവൈഡഡ് ബൈ വി എൽ ആയിരുന്നു അല്ലേ? വി എൽ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ് അല്ലേ? സോറി, വി എൽ 0 പിന്നെ വി മൈനസ് വി എസ് എന്താണ്? നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഇതുണ്ടോ, 2 മൈനസ് സൈൻ വരുന്നു. നമ്മുടെ ഓൾറെഡി ഇക്വേഷനുള്ള മൈനസും വി എസിൻ്റെ നെഗറ്റീവും, അതിൻ്റെ നെഗറ്റീവും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ രണ്ട് നെഗറ്റീവും കൂടെ എന്ത് ചെയ്യുക? 2 നെഗറ്റീവ് തമ്മിൽ വരുമ്പോഴത്തേനും പ്ലസ് ആയി പോകും അല്ലേ? അതുകൊണ്ടാണ് എഫ് ഇൻറ്റു വി ബൈ വി പ്ലസ് വി എസ് എന്ന് കിട്ടുന്നത്, എന്ന ഇക്വേഷനിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ. അടുത്തത് കേസ് 2 ആണ്. കേസ് 2 എന്താ പറയുന്നത്? സോഴ്സ് സ്റ്റേഷനറി, ലിസണർ ഈസ് മൂവിങ്. സോഴ്സ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നത്, നമ്മുടെ നേരത്തെ സോഴ്സ് ആയിരുന്നു അല്ലെ മൂവിങ്, ലിസണർ സ്റ്റേഷനറി ആയിരുന്നു. ഇവിടെ ഇപ്പോൾ ലിസണറാണ് മൂവിങ്, സോഴ്സ് എന്താണ്? സ്റ്റേഷനറിയാണ് കേട്ടോ. ഇവിടെയും 2 കേസ് വരുന്നു. അതാണ് കാണിച്ചിരിക്കുന്നത്. സോഴ്സിൻ്റെ അടുത്തേക്കാണ് ലിസണറിൻ്റെ മൂവിങ് ചലനം. അപ്പം എങ്ങനെ വരും? വി എൽ നെഗറ്റീവായിട്ട് വരുന്നു, വി എസ് 0 വരുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വി എൽ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ മൈനസ് വി എല്ലിന് നെഗറ്റീവ് സൈൻ കൊടുക്കുന്നു. നമ്മൾ രണ്ടും കൂടെ ചെയ്യുമ്പോഴത്തേനും വി പ്ലസ് വി എൽ ഡിവൈഡഡ് ബൈ വി എന്ന് പറഞ്ഞു നേരിട്ട് ഇക്വേഷനിലേക്ക് എത്തുന്നു. ഓക്കെ. ആ നമ്പർ ലൈൻ ജസ്റ്റ് ഒന്ന് നമുക്കറിയാലോ, അത് വെച്ചിട്ടങ്ങ് എഴുതാവുന്ന കാര്യമുള്ളൂ. ഓക്കെ. ലിസണർ മൂവ് എവേ ഫ്രം ദ സോഴ്സിൽ നിന്ന് ലിസണർ എങ്ങനെയാണ്? അകന്നു പോകുന്നു. അകന്നു പോകുമ്പോഴും എന്ത് തന്നെ സംഭവിക്കുന്നു? നോക്കി, അകന്നു പോകുമല്ലേ? അപ്പം എന്താ സംഭവിക്കുന്നത് നോക്കി. ഇവിടെ എന്താ വരുന്നത്? ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ സോഴ്സ് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു, ലിസണർ ഇവിടെ നിൽക്കുന്നു, ലിസണർ ഇവിടെ നിൽക്കുന്നു. എന്നിട്ട് ലിസണർ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? എവേ ഫ്രം ദ സോഴ്സ് അല്ലേ? സോഴ്സിൽ നിന്ന് അകന്നു പോകുന്ന പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ടാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. എന്നിട്ട് ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി. കണ്ടോ, എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമ്മുടെ വി എൽ എന്തായിട്ട് വരുന്നു? വി എൽ പോസിറ്റീവാണ് അല്ലേ? അപ്പോൾ വി മൈനസ് വി എൽ പോസിറ്റീവ് ആയതുകൊണ്ട് വി എൽ എന്ന് തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും. അതുപോലെ വി മൈനസ് വി എസ് അല്ലേ? അപ്പോൾ വി എസ് എന്ന് പറയുമ്പോൾ എന്താ? ഇത് സ്റ്റേഷനറി അല്ലേ? സ്റ്റേഷനറി ആയതുകൊണ്ട് വി എസ് എന്താണ്? 0. വി എസ് ഈക്വൽ ടു 0 എന്ന് വരുന്നു. വി എസ് 0 ആയിട്ട് എടുക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വി എസിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. ഇവിടെ എഫ് ഉണ്ട് കേട്ടോ. ഞാൻ നോട്ടിലത് നേരത്തെ എഴുതണ കാര്യം വിട്ടുപോയതാണേ, അതപ്പോൾ കാണിച്ചു തന്നെ കേട്ടോ. എഫ് ഇൻറ്റു വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ്
0 അങ്ങനെ വരുന്നു. അതുകൊണ്ടാണ് ആ ഇക്വേഷനാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. മനസ്സിലായില്ലേ? വി മൈനസ് വി എൽ ഡിവൈഡ് ബൈ വി മൈനസ് 0 എന്ന് പറഞ്ഞാൽ വി തന്നെ. ഓക്കെ, അടുത്ത കേസ് നോക്കി. കേസ് 3 എന്ന് പറയുമ്പോൾ രണ്ടും എങ്ങനെയാണ്? മൂവിങ് ആണ്. രണ്ടും ബോത്ത് ആർ മൂവിങ്. സോഴ്സ് ആൻഡ് ലിസണർ നോട്ട് മൂവ് ടുവേർഡ്സ്. രണ്ടുപേരും മൂവ് ടുവേർഡ്സ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വരുന്ന കേട്ടോ, കാണിച്ചേക്കുന്നുണ്ടോ? അപ്പോൾ അന്നേരം വരുമ്പോഴത്തേനും എന്ത് വരുന്നു? വി എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടല്ലേ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വരും? വി എൽ നെഗറ്റീവായിട്ട് വരുന്നു. നമ്മൾ ഓൾറെഡി ഇക്വേഷനിൽ എന്തുണ്ട്? നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേനും വി എല്ലിൻ്റെ നെഗറ്റീവും ഇവിടെയുള്ള ഓൾറെഡി ഉള്ള നെഗറ്റീവും കൂടെ ആകുമ്പോഴത്തേനും എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും അല്ലേ? പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വി മൈനസ് വി എസ്. വി എസ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓൾറെഡി ഇക്വേഷനിലുള്ള നെഗറ്റീവ് സൈൻ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വി പ്ലസ് വി എൽ ഡിവൈഡ് ബൈ വി മൈനസ് വി എസ് എന്ന ഇക്വേഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നു. ഓക്കെ, അടുത്തത് സോഴ്സ് ആൻഡ് ലിസണർ മൂവ് എവേ ഫ്രം ഇച്ച് അതർ. രണ്ട് കൂട്ടർ എന്താണ്? രണ്ട് കൂട്ടർ പിണങ്ങി പിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണല്ലേ. സോഴ്സിൻ്റെ വഴിക്ക് പോകുന്നു, ലിസണറിൻ്റെ വഴിക്ക് പോകുന്നു. ദെൻ നേരിട്ട് ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വി എൽ എന്തായിട്ട് എടുക്കുന്നു? നെഗറ്റീവാണ് അല്ലേ. ഇവിടെ നെഗറ്റീവ് വരുന്നത് എന്തുകൊണ്ടാണ്? നോക്കി, ഇങ്ങോട്ട് ഈ സൈഡിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഭാഗം എന്ന് പറയുമ്പോൾ പോസിറ്റീവാണ്. അതുകൊണ്ട് നെഗറ്റീവ് തന്നെ വരുന്നു. ഓൾറെഡി ഇക്വേഷനിലുള്ള നെഗറ്റീവ്. വി എസ് എന്തായിട്ട് മാറി? വി എസ് പോസിറ്റീവായിട്ട് മാറി. എന്തുകൊണ്ടാണ് പോസിറ്റീവായിട്ട് മാറിയത്? വി എസ് എന്ന് പറയുമ്പോൾ ആ വശത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവാണ്. അപ്പോൾ ഇക്വേഷനിൽ ഇത് നെഗറ്റീവാണ്. അപ്പോൾ രണ്ട് നെഗറ്റീവും കൂടെ വരുമ്പോൾ എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. ഓക്കെ, മനസ്സിലായില്ലേ? ഇവിടെ ഒരു കേസാണുള്ളൂ കേട്ടോ. അടുത്തത് മൂന്നാമത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഴ്സ് മൂവ് ടുവേർഡ്സ് ദ ലിസണർ ആൻഡ് ലിസണർ മൂവ്സ് എവേ. നോക്കി, ലിസണറിൻ്റെ പുറകെ തന്നെ ആര് പോകുന്നു? സോഴ്സ് പോകുന്നു. ലിസണർ ഏത് ഭാഗത്തേക്ക് പോകുന്നു? ആ ഭാഗത്തേക്ക് സോഴ്സും പോവുകയാണെ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? വി മൈനസ് വി എൽ ഡിവൈഡ് ബൈ വി മൈനസ് വി എസ് എന്ന ഇക്വേഷൻ വരുന്നു. ഇത് ഈ കൊടുത്തിരിക്കുന്നതൊക്കെ എല്ലാവരും തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കണേ. ഓക്കെ, അതാ ഓരോന്നും കാണിച്ചിരിക്കുന്നത്. ഇനി ജസ്റ്റ് നമ്മുടെ എന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോപ്ലർ ഇഫക്റ്റ് ഹോൾസ് നോട്ട് ഓൺലി ഫോർ സൗണ്ട് വേവ്. സൗണ്ട് വേവിൽ മാത്രമല്ല. ഹിയർ സോഴ്സ് മൂവ് എവേ ഫ്രം ലിസണർ ആൻഡ് ലിസണർ മൂവ് ടുവേർഡ്സ് ദ സോഴ്സ്. അതിൻ്റെ ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് അടുത്ത് നോക്കിയേ. ഇത് കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ പാരഗ്രാഫ് കണ്ടിട്ട് കേട്ടോ. ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കി അറിയാൻ വേണ്ടിയിട്ട് മാത്രം എഴുതിയിരിക്കുന്നതാണ്. ഡോപ്ലർ എഫക്റ്റ് ഹോൾസ് നോട്ട് ഓൺലി ഫോർ സൗണ്ട് വേവ് ബട്ട് ഓൾസോ ഫോർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻക്ലൂഡിങ് മൈക്രോവേവ്സ്, റേഡിയോവേവ്സ് ആൻഡ് വിസിബിൾ ലൈറ്റ്. ഇതിലൊക്കെ വിസിബിൾ ലൈറ്റിലും മൈക്രോവേവിലും റേഡിയോയിലൊക്കെ നമ്മുടെ സൗണ്ട് വേവിൽ മാത്രമല്ല ഡോപ്ലർ എഫക്റ്റ് ഹോൾഡ് ചെയ്യുന്നത് എവിടെയൊക്കെയുണ്ട്? ഈ വേവ്സിലൊക്കെ നമുക്ക് എന്താണ് ഇതൊക്കെ ഇൻക്ലൂഡാണ്. ഇതിനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കിതൊക്കെ കണക്കാക്കാൻ പറ്റും എന്നുള്ളതാണ് അവർ പറയുന്നത് കേട്ടോ. ഡോപ്ലർ എഫക്റ്റ് നമ്മളിപ്പോൾ സൗണ്ടിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ സൗണ്ടിൽ മാത്രമല്ല ഉള്ളത്, ലൈറ്റിൻ്റെ എന്താണ് ഡോപ്ലർ എഫക്റ്റ് നമുക്ക് പറയാൻ കഴിയും ലൈറ്റിൻ്റെ കാര്യത്തിലും. എങ്ങനെയാണെന്ന് നോക്കാം. When there are relative motion of source or observer or both, there is an apparent change in frequency of light. ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയുടെ കാര്യത്തിൽ നമുക്ക് എന്ത് പറയാം? ഡോപ്ലർ എഫക്റ്റ് എഫക്റ്റീവാണ്. നോക്കിക്കേ, വെൻ ദെയർ ആർ റിലേറ്റീവ് മോഷൻ ഓഫ് സോഴ്സ് ഓർ ഒബ്സർവർ. ഇവിടെ നമ്മൾ ഡോപ്ലർ എഫക്റ്റ് ലൈറ്റ് അല്ലേ, അപ്പോൾ നമുക്ക് ഒബ്സർവറും സോഴ്സുമാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതാണ് പറയുന്നത്. ഇതിന് നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കുന്നത് റെഡ് ഷിഫ്റ്റ് ആൻഡ് ബ്ലൂ ഷിഫ്റ്റ് ഇൻ സ്റ്റാറിലൊക്കെ റെഡ് ഷിഫ്റ്റും ബ്ലൂ ഷിഫ്റ്റും എന്താണെന്ന് നമുക്ക് നോക്കാം. റെഡ് ഷിഫ്റ്റ്
when there is a source of light or star move away from the earth with a very high velocity, the frequency of light decreases. Hence, spectral lines are shifted towards the red region. സ്പെക്ട്രൽ ലൈനുകളിലെ അതിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. അതായത് സോഴ്സ് ഓഫ് ലൈറ്റ് ഓർ സ്റ്റാർ മൂവ് എവേ ഫ്രം ദ എർത്ത്. സ്റ്റാർ എർത്തിൽ നിന്ന് മൂവ് എവേ ഫ്രം ദ എർത്ത് എന്നല്ല പറയുന്നത്, മൂവ് ചെയ്ത് പോകുന്നു. ദെൻ എന്ത് സംഭവിക്കുന്നു? വിത്ത് എ വെരി ഹൈ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഡിക്രീസസ്. ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഡിക്രീസ് ചെയ്യുന്നു. ദെൻ എന്ത് സംഭവിക്കുന്നു? സ്പെക്ട്രൽ ലൈൻസ് മൂവ് ടുവേർഡ്സ് ദ റെഡ് റീജിയനിലേക്ക് സ്പെക്ട്രൽ ലൈൻസ് മൂവ് ചെയ്യുന്നു. അതാണ് റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. റെഡ് റീജിയനിലേക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ബ്ലൂ ഷിഫ്റ്റ് എന്താ? വെൻ ദ സോഴ്സ് ഓഫ് ലൈറ്റ് ഓർ സ്റ്റാർ മൂവ് ടുവേർഡ്സ് ആൻ ഒബ്സർവർ ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഇൻക്രീസ്. ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് എങ്ങനെയാണ്? ഇൻക്രീസ് ചെയ്യുന്നു. ദിസ് ഈസ് എ ഷിഫ്റ്റ് ഫോർ ദ സ്പെക്ട്രം. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ എങ്ങനെയാണ്? റെഡ് റീജിയനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയായിരിക്കും? അപ്പം ബ്ലൂ റീജിയനിലേക്ക് സ്പെക്ട്രം മൂവ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിന് ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് ഡോപ്ലർ ഇഫക്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗണ്ടിലും ലൈറ്റിലൊക്കെ അപ്ലൈ ചെയ്യാം, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നു. അതുപോലെ ഡോപ്ലർ ഇഫക്റ്റ് എന്തിനാണ് പഠിക്കുന്നത്, എവിടെയാണ് അത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലേ നമ്മളിങ്ങനെ ചിന്തിക്കും. അപ്പം മെയിനായിട്ട് ഡോപ്ലർ ഇഫക്റ്റ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്തിനൊക്കെയാണ്? ടു എസ്റ്റിമേറ്റ് ദ സ്പീഡ് ഓഫ് സബ്മറൈനിൽ ആവശ്യമായിട്ടുള്ളതുണ്ട്. സ്പീഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ എയറോപ്ലെയിനിൻ്റെ പിന്നെ ഓട്ടോമൊബൈൽസിലൊക്കെ എന്താണ് ആപ്ലിക്കബിളാണ്. പിന്നെ ട്രാക്ക് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ കാര്യത്തിലും നമുക്കിത് എഫക്റ്റീവാണ്. ടു എസ്റ്റിമേറ്റ് ദ വെലോസിറ്റി ആൻഡ് റൊട്ടേഷൻ ഓഫ് സ്റ്റാറിൻ്റെ റൊട്ടേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വെലോസിറ്റിയൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യാനൊക്കെ എന്താണ് വെരി യൂസ്ഫുള്ളാണ് ഡോപ്ലർ ഇഫക്റ്റ്. അതിൻ്റെ ഡോപ്ലർ ഇഫക്റ്റിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്ന 3 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് എപ്പോഴും നല്ല ഉഷാറായിട്ട് പഠിക്കുക. നമുക്ക് HSI നേടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് കേട്ടോ.